ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 469ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. നമ്മളിന്ന് കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിനടുത്തൊരു പ്രോപ്പർട്ടിയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ഞെക്കുക. കൂടാതെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. 6.2 സെൻറ്റിൽ 1609 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഒരു കിടിലൻ വീടാണ് നമ്മളിന്ന് കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് നല്ല മനോഹരമായ റിങ്ങൊക്കെ വെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കിടിലൻ കിണറും ആ വീടിനുണ്ട്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർ പോർച്ചിലാണ്. കാർ പോർച്ചൊക്കെ നല്ല വ്യത്യസ്തമായ ടൈലൊക്കെ ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ മുറ്റമൊക്കെ നല്ല തറയോടുകളൊക്കെ പതിപ്പിച്ച് ബാംഗ്ലൂർ സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ട് നല്ല രീതിയിൽ തന്നെ ഗ്രാനൈറ്റ് ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ട് വാളുകളെല്ലാം കെട്ടി നല്ല രീതിയിൽ തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. വീടിന് ചുറ്റും ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ മിറ്റൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്, പുല്ലൊന്നും കയറാത്ത രീതിയിൽ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, സൈഡ് വ്യൂവും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ നോക്കിയാൽ കാണുവാൻ കഴിയും. വീടിൻ്റെ മുൻവശത്തു കൂടി കോൺക്രീറ്റ് റോഡാണ്. ഇതൊരു ഫ്ലോട്ടുകളൊക്കെ തിരിച്ച് അവിടെ പല വീടുകൾ പലരായിട്ട് പണിത് വരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഈ സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. നമ്മുടെ മണർകാട് ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസുകൾ, ബാങ്കുകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവ വേണ്ട നമുക്ക് ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു ജംഗ്ഷനാണ് മണർകാട് ജംഗ്ഷൻ. ഞാൻ എന്നും പറയുന്നതാണ്, മണർകാടിനെ പറ്റി പറയുമ്പോഴൊക്കെ പറയുന്ന മെയിൻ കാര്യം മണർകാട് പള്ളിയെപ്പറ്റിയാണ്. മണർകാട് പള്ളി എന്ന് പറഞ്ഞാൽ 8 നോയമ്പിൻ്റെയൊക്കെ വളരെ ആഘോഷപൂർവ്വം നടക്കുന്ന ഒരു പള്ളിയാണ് മണർകാട് പള്ളി. ലോകമെമ്പാടും അറിയപ്പെടുന്ന, ഞാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. 8 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. നമ്മൾ വീട് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ ആണ്. നല്ല മനോഹരമായി തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നല്ല സജ്ജീകരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂം, ലെഫ്റ്റ് സൈഡിൽ 1 ബെഡ്റൂം, കിച്ചണ് ഓപ്പൺ കിച്ചനാണ്. പിന്നെ മുകളിലോട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. എല്ലാം തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ എടുത്തു പറയേണ്ടത്തക്ക ഒരു കാര്യമുണ്ട്. കാരണം കബോർഡുകളെല്ലാം ഫിറ്റ് ചെയ്ത് അത്ര നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുകയില്ലാത്ത അടുപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു സെക്കൻഡ് കിച്ചണിലും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കബോർഡുകളും അതുപോലെ തന്നെ സിങ്കും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ ലൈറ്റുകളൊക്കെ കൊടുത്ത് നമ്മുടെ ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും ഒക്കെ നല്ല രീതിയിൽ തന്നെ മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിനിയും കിച്ചൻ്റെ ആ ഏരിയയിൽ നിന്ന് പതുക്കെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് ഡൈനിങ് ഏരിയ, കിച്ചണിൽ നോക്കുമ്പോൾ കാണുന്ന ഡൈനിങ് ഏരിയ ആണ്. അവിടെ നമുക്ക് കാണാം വാഷ് ബേസിനൊക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് കണ്ടല്ലോ, മുകളിലേക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റീൽ ഇതൊക്കെ കൊടുത്ത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിലെല്ലാം ലൈറ്റുണ്ട്. അതുപോലെ തന്നെ മുകളിലത്തെ ഇതിലേക്ക് നില പണിയാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. താഴെ ഇപ്പം 3 ബെഡ്റൂമാണ്, മുകളിൽ 2 or 3 ബെഡ്റൂം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ഉള്ള കാഴ്ച, കിച്ചണ് എല്ലാം നമുക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ സ്റ്റെയർ കേസ് എല്ലാം നമുക്ക് കാണുവാൻ കഴിയും. നമുക്കിനി ബെഡ്റൂമിലേക്ക് കിടക്കാം. ഡൈനിങ്ങിനോട് ചേർന്നുള്ള ആ ഒരു ഫസ്റ്റ് ബെഡ്റൂം തന്നെ നോക്കാം. ഒരു സൈഡിൽ നല്ല കളറൊക്കെ കൊടുത്ത്, ഗ്രീനായിട്ടുള്ളൊരു കളറൊക്കെ കൊടുത്ത് നന്നായി തന്നെ ആ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് 3 പാളികൾ ജനാല കൊടുത്തേക്കുന്നുണ്ട്. ധാരാളം വെളിച്ചം പകൽ സമയത്ത് നമുക്ക് ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ബാത്റൂം കണ്ടല്ലോ, ബാത്റൂം നല്ല അസാമാന്യ വലുപ്പമുള്ള നല്ല ഒരു ബാത്റൂം തന്നെയാണ്. ഷവറും അതുപോലെ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഡോറുകളെല്ലാം തന്നെ അതിമനോഹരമായ ഡോറുകളും കാണും. നേരെ ഓപ്പോസിറ്റ് വരുന്നത് അടുത്ത ബെഡ്റൂമാണ്. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കി കിടപ്പുണ്ട്. ബാക്കി പണികളെല്ലാം തന്നെ വീടിൻ്റെ പൂർത്തീകരിച്ചവയാണ്. നമുക്ക് ഈ ബാത്റൂമും കാണാം. ഇവിടെ വ്യത്യസ്തമായ ടൈലുകളെല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇവിടെയും 3 പാളിയുടെ 2 ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളൊക്കെ ആണെന്ന് തന്നെ വേണം പറയാം. നല്ല രീതിയിൽ തന്നെ അവിടെയും ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബെഡ്റൂം നമുക്ക് പോകാം. 3ാമത്തെ ബെഡ്റൂമിലേക്കും പ്രവേശിക്കാം. ഇവിടെ നല്ല മനോഹരമായി തന്നെ ഒരു ഓറഞ്ച് കളർ പെയിൻ്റൊക്കെ അടിച്ച് ആ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു സൈഡിൽ 2 പാളിയുടെ ജനാലാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കിച്ചന്, വർക്ക് ഏരിയ എല്ലാം വന്നപ്പോൾ ഈ ബെഡ്റൂം ചെറുതായിട്ട് ചുരുക്കേണ്ടി വന്നു. എങ്കിലും ബാത്റൂമൊക്കെ നോർമൽ വലിപ്പം തന്നെയുണ്ട്. എല്ലാം നല്ലതായി തന്നെ നിർത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് റൂമുകളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്കിനി അറിയേണ്ടത് ഇതിൻ്റെ വിലയും വിവരങ്ങളുമാണ്. ഇതിൻ്റെ വിലയും വിവരങ്ങളും ഇതിൻ്റെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. മെയിൻ ഡോറുകളും വാതിലുകളും എല്ലാം തന്നെ തേക്കിൻ തടി തീർത്തവയാണ്. പണികളൊക്കെ നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിലയുടെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടിരിക്കുന്ന ഒരു വീടാണ്. മണർകാട് പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും പറയേണ്ടതായിട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. എല്ലാ വിഭാഗക്കാരുടെയും പള്ളികളും അമ്പലങ്ങളും മറ്റു ദേവാലയങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയയാണ്. നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം കൂടി ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നവർ, ഈ ഒരു ഗ്രൂപ്പിന് എൻ്റെ കാണുന്നതിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.